ക്ലാസ്സിൽ പഠിച്ചതാണ് പ്ലം പുഡിംഗ് മാതൃക. അതായത് ആറ്റത്തിൻ്റെ മാതൃകയാണ് പ്ലം പുഡിംഗ് മാതൃക. അതിനുശേഷം റദർഫോർഡിൻ്റെ ആറ്റം മാതൃക, അതായത് സൗരയൂഥ മാതൃക പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബോർ ആറ്റം മാതൃകയും പഠിച്ചു. ബോർ ആറ്റം മാതൃകയാണ് നമ്മൾ തുടർന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം രണ്ട് തിയറികൾ ഉരുത്തിരിഞ്ഞു വന്നു. അതിലൊന്നാണ് ഡി ബ്രോഗ്ലിയുടെ തരംഗ സിദ്ധാന്തം. തരംഗ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന് കണിക സ്വഭാവം മാത്രമല്ല തരംഗ സ്വഭാവം കൂടി ഉണ്ടെന്ന് തെളിയിക്കുന്ന സിദ്ധാന്തമായിരുന്നു. അതായത് ദ്രവ്യത്തിന് കണിക സ്വഭാവം മാത്രമല്ല തരംഗ സ്വഭാവം കൂടിയുണ്ട്. അപ്പോൾ ഇലക്ട്രോണിനെ കുറിച്ചും അത് തന്നെയാണ് പറയാനുള്ളത്. ഡി ബ്രോഗ്ലി പറയുകയാണ്, ഒരു ഇലക്ട്രോണിന് കണിക സ്വഭാവം മാത്രമല്ല തരംഗ സ്വഭാവം കൂടിയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതിനുശേഷം ഹെയ്സൻബർഗ് എന്നൊരു ശാസ്ത്രജ്ഞൻ വന്നിട്ട് ഹെയ്സൻബർഗ് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ സ്ഥാനവും അതേപോലെ വേഗതയും ഒരേ സമയം നിർണ്ണയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഒരു ഇലക്ട്രോണിൻ്റെ സ്ഥാനവും വേഗതയും ഒരേ സമയം നിർണ്ണയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ സിദ്ധാന്തത്തിൻ്റെ പേര് അനിശ്ചിതത്വ സിദ്ധാന്തം എന്നാണ്. അനിശ്ചിതത്വ സിദ്ധാന്തം. അപ്പോൾ ഈ രണ്ട് സിദ്ധാന്തങ്ങൾ, അതായത് ഡി ബ്രോഗ്ലിയുടെ തരംഗ സിദ്ധാന്തം, ഹെയ്സൻബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം, ഈ രണ്ട് സിദ്ധാന്തങ്ങൾ തെളിയിക്കാൻ, അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ തരാൻ അല്ലെങ്കിൽ വികാര്യങ്ങൾ വിവരിക്കാൻ നമ്മുടെ നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അതിനോട് തുടർന്ന് ഒരു പുതിയ ആറ്റം മാതൃക വന്നു. അതാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ആറ്റം മാതൃകയുടെ പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മാതൃക. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഷ്രോഡിംഗറാണ്. അപ്പോൾ ഷ്രോഡിംഗർ എന്ന ശാസ്ത്രജ്ഞനാണ് ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മാതൃക കൊണ്ടുവന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്. ബാക്കി നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ആറ്റം മാതൃകകളായിരുന്നു. അപ്പോൾ നമ്മളൊരു പുതിയ ആറ്റം മാതൃക പഠിക്കുകയാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ ഷ്രോഡിംഗർ എന്ന ശാസ്ത്രജ്ഞനാണ്. ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മാതൃക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മാതൃക സംബന്ധിച്ച് പറയുന്നത്, ഒരു ആറ്റത്തിൻ്റെ ഷെല്ലുകളിൽ ഇലക്ട്രോൺ കറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ആ ആറ്റത്തിൻ്റെ ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ കണ്ടെത്താൻ സാധ്യത കൂടിയ കുറച്ച് മേഖലകളുണ്ട്. അതിനെ നമുക്ക് ഓർബിറ്റൽ എന്നോ സബ് ഷെല്ല് എന്നോ വിളിക്കാം. ഓർബിറ്റൽ അല്ലെങ്കിൽ സബ് ഷെൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ പ്രത്യേക ഏരിയകളിലാണ് ഇലക്ട്രോണുകൾ എപ്പോഴും കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ക്വാണ്ടം മെക്കാനിക്കൽ മാതൃകയുടെ അടുത്ത കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഈ ഓർബിറ്റലിൻ്റെ അല്ലെങ്കിൽ സബ് ഷെല്ലിൻ്റെ കാര്യങ്ങൾ വിവരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് സംഖ്യകളുണ്ട്. കുറച്ച് നമ്പറുകളുണ്ട്. അവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാണ്ടം സംഖ്യ അല്ലെങ്കിൽ ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഓർബിറ്റലിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിർവചിച്ചിരിക്കുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അതിനെയാണ് ക്വാണ്ടം സംഖ്യ എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ ക്വാണ്ടം സംഖ്യ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അത് സൂചിപ്പിക്കുന്നത് സ്മോൾ n കൊണ്ടാണ്.
ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഷെല്ലിൻ്റെ നമ്പറാണ്. ഷെല്ലുകളുടെ നമ്പറാണത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതായത് കെ ഷെല്ലിൻ്റെ കേസിൽ എൻ എന്ന് പറയുന്ന 1, എല്ലിൻ്റെ കേസിൽ N2, എമ്മിൻ്റെ കേസിൽ N3. ഇവിടെ N ആണെങ്കിൽ N = 4. അങ്ങനെ ഓരോ ഷെല്ലിൻ്റെയും നമ്പറുകൾ ആണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന നമ്പർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഷെൽ നമ്പർ നൽകുന്നത്. അതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ക്വാണ്ടം നമ്പറാണ്, അതായത് അസിമുത്ത് ക്വാണ്ടം നമ്പർ. അസിമുത്ത് ക്വാണ്ടം നമ്പറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സൂചിപ്പിക്കുന്നത് L എന്ന അക്ഷരം വെച്ചിട്ടാണ്. അസിമുത്ത് ക്വാണ്ടം നമ്പർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് സബ്ഷെല്ലിനെ കുറിച്ചാണ്. അതായത് N1 എന്നായിരുന്നെങ്കിൽ അസിമുത്ത് ക്വാണ്ടം നമ്പറിന് ഒരേ ഒരു നമ്പറേ ഉണ്ടായിരിക്കുള്ളൂ, അത് 0 ആയിരിക്കും. അങ്ങനെ L = 0 എന്നാണെങ്കിൽ, Lൻ്റെ വില 0 ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എസ് സബ്ഷെല്ലിനെയാണ്. ഇനി N = 2 എന്നാണെങ്കിൽ Lന് 2 വില ഉണ്ടായിരിക്കും. അതൊന്ന് 0 മറ്റൊന്ന് 1. അപ്പോൾ ഇതിൽ 0 എന്ന് പറഞ്ഞാൽ അത് എസ് തന്നെയാണ്. ദെൻ 1 എന്ന് പറയുന്നത് പി സബ്ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി N = 3 എന്ന് പറയുമ്പോൾ Lന് 3 വിലയുണ്ട്, 0, 1, 2 വില വരുന്നുണ്ട്. അപ്പോൾ ഇത് എസിനെ സൂചിപ്പിക്കുന്നു, 1 എന്നത് പിയെ സൂചിപ്പിക്കുന്നു, ദെൻ 2 സൂചിപ്പിക്കുന്നത് ഡി സബ്ഷെല്ലിനെയാണ്. N = 4 എന്ന് പറയുമ്പോൾ Lന് 4 വിലയുണ്ട്, 0, 1, 2, 3. അപ്പോൾ 0 എന്നത് എസ് സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നു, 1 എന്നത് പി സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നു, 2 എന്നത് ഡി സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നു, 3 എന്നത് എഫ് സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഓരോ ഷെല്ലിലും ഏതെല്ലാം സബ്ഷെല്ലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. Nന് 1 എന്ന നമ്പർ ആകുമ്പോൾ ഒരേ ഒരു സബ്ഷെല്ലേ ഉള്ളൂ, അത് എസ് ആണ്. എന്നാൽ Nന് 2 എന്ന വില വരുമ്പോൾ അവിടെ 2 സബ്ഷെല്ല് വരുന്നുണ്ട്. അതിൽ ഒന്ന് എസ് സബ്ഷെല്ലാണ്, മറ്റൊന്ന് പി സബ്ഷെല്ലാണ്. Nന് 3 എന്ന വാല്യൂ വരുമ്പോൾ Lന് 3 സബ്ഷെല്ല് വരുന്നുണ്ട്, എസ്, പി, ഡി. അപ്പോൾ N 4 ആകുമ്പോൾ, അതായത് 4ാമത്തെ ഷെല്ലിൽ Lന് 4 വിലയുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? 4ാമത്തെ ഷെല്ലിൽ 4 സബ്ഷെല്ലുകളുണ്ട്, അതായത് 4 വീതം സബ്ഷെല്ലുകളുണ്ട്. അത് എസ് സബ്ഷെല്ല് വരുന്നുണ്ട്, പി സബ്ഷെല്ല് വരുന്നുണ്ട്, ഡി സബ്ഷെല്ല് വരുന്നുണ്ട്, എഫ് സബ്ഷെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഏതെല്ലാം സബ്ഷെല്ലുകൾ ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരമാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ നൽകുന്നത്. എന്നാൽ മൂന്നാമത്തെ ക്വാണ്ടം നമ്പറായ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അത് സൂചിപ്പിക്കുന്നത് എം കൊണ്ടാണ്. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം 2L + 1 എന്നാണ്. അപ്പോൾ Lൻ്റെ വില മാറുന്നതനുസരിച്ച് അതിൻ്റെ ദിശ മാറുന്നുണ്ട്. അപ്പോൾ Lന് 0 വിലയെങ്കിൽ, L = 0, അതായത് 0 ആണെങ്കിൽ അത് ഏതിനാ വരിക? കെ സബ്ഷെല്ലിലെ കേസാണ് Lന് 0 വരുന്നത് ഫസ്റ്റിലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എം എന്ന് പറയുന്നത് 2 × 0 + 1 ആണ്. അപ്പോൾ 2 × 0, 0 + 1 എത്ര വില വരുന്നത്? 1. അപ്പോൾ L0 എന്ന് പറയുന്നത് ഏത് സബ്ഷെല്ലാണ്? എസ് സബ്ഷെല്ലല്ലേ. അപ്പോൾ എസ് സബ്ഷെല്ലിന് ഒരേ ഒരു ദിശയേ ഉള്ളൂ, അതിന് പ്രത്യേകിച്ച് ദിശകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് ഏത് രൂപത്തിലാണ് കാണപ്പെടുന്നത്? ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത്. കാരണം എന്താണ്? അതിന് 1 എന്ന ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എസ് സബ്ഷെല്ല്
ആകെ ഒരു അറ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? ഗോളാകൃതിയാണ്. എന്നാൽ L1 ആകുമ്പോൾ നോക്കിക്കേ, 2 × 1 + 1 എത്ര കിട്ടും? 2 + 1 3 കിട്ടും. 3 ആകൃതികളുണ്ട്. അതായത് ഇതിന് പി സബ്ഷെല്ലിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഡംബലാണ്. ഡംബൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ഷേപ്പാണ്, ഡംബൽ ഷേപ്പ്. പക്ഷേ ഈ ഡംബൽ ഷേപ്പ് തന്നെ ഓരോ ആക്സിസിലൂടെയും വരുന്നുണ്ട്. അപ്പോൾ പി ആക്സിസിലൂടെ വരികയാണെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നുണ്ട്? PX എന്ന് വിളിക്കും. അപ്പോൾ ഡംബൽ ഷേപ്പാണെങ്കിലും 3 ഡയറക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ PX എന്ന് പറയും. ഇനി ഇങ്ങനെ, അതായത് ഈ ഡയറക്ഷനിൽ വരുന്നത്. ദെൻ ഇങ്ങനെയുള്ള Y ഡയറക്ഷനിൽ വരികയാണെങ്കിൽ നമ്മളതിനെ PY എന്ന് വിളിക്കും. ദെൻ Z ഡയറക്ഷൻ, ഇങ്ങനെയുള്ള Z, ഇതിന് എന്താണ്? ത്രിമാന ആകൃതിയാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതിന് Z ഡയറക്ഷനിൽ വരുന്നതിന് നമ്മൾ PZ എന്ന് വിളിക്കും. അപ്പോൾ മൊത്തം 3 അറകൾ വരുന്നുണ്ട് പി സബ്ഷെല്ലിന്. പി ഓർബിറ്റലിന് 3 അറകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ PX, PY, PZ അങ്ങനെ 3 ഇതായിട്ടാണ് വരുന്നത്. പി എന്നത് ഒരൊറ്റ ഓർബിറ്റലല്ല, 3 അറകളുള്ള ഓർബിറ്റലാണ്. അതായത് PX, PY, PZ അങ്ങനെ 3 ദിശയിലോട്ടായിട്ടാണ് പി സബ്ഷെൽ ഉള്ളത്. ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പി സബ്ഷെല്ലിന് 3 അറകളുണ്ട്. അത് ഒന്ന് PX, PY, PZ. ഇനി അടുത്തത് എല്ലിൻ്റെ വില 2 ആകുമ്പോൾ, അതായത് എന്ത് വരും? 2 × 2 + 1 അല്ലേ? 2 2 4 + 1 എത്ര വരും? 5 എന്ന് വരും. അപ്പോൾ 5 ഓർബിറ്റലുണ്ട്. ഏതിന്? L2 എന്ന് പറയുമ്പോൾ ഏതാണ് സബ്ഷെല്ല്? ഡി സബ്ഷെല്ല്. ഡി സബ്ഷെല്ലിന് 5 ഓർബിറ്റുകളുണ്ട്. അത് ഏതൊക്കെയാണ്? അതിൻ്റെ പേര് മാത്രം പഠിച്ചാൽ മതി. DXY, DYZ, DXZ, DX² - Y², DZ². അങ്ങനെ 5 പേരുകൾ പഠിച്ചു വെക്കുക. ഇതാണ് ഡി ഓർബിറ്റലുകൾ. അതായത് ഡി ഓർബിറ്റൽ അല്ലെങ്കിൽ ഡി സബ്ഷെല്ലിന് 5 അറകളുണ്ട്. അത് വരുന്നത് DXY, അത് എവിടെയാണ്? X എന്ന ആക്സിസിനും Y ആക്സിസിനും ഇടയിലായിട്ടാണ് വരുന്നത്. അതായത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് X, ഇത് Y. ഇതൊക്കെ ഗ്രാഫിൽ നമ്മൾ മുമ്പ് പഠിച്ച ആക്സിസുകളാണ്, മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ XY ഉദ്ദേശിക്കുന്നത് Xനും Yനും ഇടയ്ക്ക് വരുന്ന സബ്ഷെൽ എന്നാണ്. അതേപോലെ YZ ഉദ്ദേശിക്കുന്നത് Yക്കും Zനും ഇടയ്ക്ക് വരുന്ന സബ്ഷെല്ല്. XZ ഉദ്ദേശിക്കുന്നത് Xനും Zനും ഇടയ്ക്ക് വരുന്ന സബ്ഷെൽ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ പേരുകൾ പഠിച്ചു വെച്ചാൽ മതി, അല്ലാതെ ഈ ഷേപ്പ് പഠിക്കേണ്ട ആവശ്യമില്ല. പേരുകൾ പഠിക്കുക. DXY, DYZ, DXZ, DX² - Y², DZ². അപ്പോൾ ഇനി ഇത് ഡിയുടെ കേസിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എഫിൻ്റെ കേസല്ലേ, അതായത് L=3 ആകുമ്പോൾ ഏതാണ്? F സബ്ഷെല്ലാണ് അല്ലെങ്കിൽ F ഓർബിറ്റലാണ്. ഈ സമയത്ത് എത്ര വില വരും എന്നത് മനസ്സിലാക്കുക. ഓർബിറ്റലുകൾക്ക് എത്ര അറകളുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. അതായത് 2 × 3 + 1 എത്ര വരും? 7 എന്ന് വരും. അപ്പോൾ 7 അറകളുണ്ട്. ഏതിന്? F സബ്ഷെല്ലിന്. അപ്പോൾ എസ്സിന് ഒരൊറ്റ അറ മാത്രമേ ഉള്ളൂ അല്ലേ? സ്ഫെരിക്കൽ എന്ന് പറഞ്ഞു. പിയുടെ കേസിൽ 3 ഡിക്ക് 5, എഫിന് 7. അപ്പോൾ എത്രയാണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെ രീതിയിലുള്ള എത്ര എണ്ണം അറകളുണ്ടെന്ന് മനസ്സിലായി.